ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വിമർശനങ്ങളൊക്കെ ശ്വേതാമേനോന് കുറേയധികം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലരുണ്ടെങ്കിൽ അമ്മയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അനാഥമാക്കിയിട്ട് പോയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ മറുപടിയായിട്ടാണ് ശ്വേതാമേനോൻ വന്നിരിക്കുന്നത്. കുറേയധികം പേര് തനിക്കെതിരെ കുറേയധികം ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനുണ്ടെങ്കിൽ ഇത് ആദ്യമേ പ്രതികരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിങ്ങനെ എന്നെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ എന്നെപ്പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള സത്യം ഞാൻ അത് തെളിയിക്കുന്നതായിരിക്കും. അതിൽ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളൊരു കാര്യം. പിന്നെ ഞാനൊക്കെ ഇതിൽ നിന്ന് പിരിയാനുണ്ടായ മെയിനായിട്ടുള്ള കാര്യം എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് ചിലരുണ്ടെങ്കിൽ അമ്മയെ ഹൈജാക്ക് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ വന്നേക്കുവാണ്. അവരുണ്ടെങ്കിൽ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിലാണ് അമ്മ മൊത്തത്തിൽ നശിച്ചു പോകുന്നത്. അതിനൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. ഏതറ്റം വരെയും ഞാൻ പോയി എൻ്റെ സത്യാവസ്ഥ ഞാൻ വെളിയിൽ കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ശ്വേതാമേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് ഇതിനെതിരെ ആരോപണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ശ്വേതാമേനോനെതിരെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ്, അതിലിനിയിപ്പോൾ ന്യായീകരിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കേസുമായിട്ട് താൻ മുമ്പോട്ട് പോകും, തൻ്റെ സത്യം തെളിയിക്കുമെന്നുള്ളതാണ് ശ്വേത പറഞ്ഞിട്ടുള്ളത്.